പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനുകളെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനുകളാണ് വൺ ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ, മറ്റൊന്നാണ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ, ടു ഡയമെൻഷണൽ ലാപ്ലേസ് ഇക്വേഷൻ. ലാപ്ലേസ് ഇക്വേഷനെ നമ്മൾ ഡെൽ സ്ക്വയർ യു എന്നും പറയാറുണ്ട്. ഡെൽ സ്ക്വയർ യു ഈക്വൽ ടു 0 എന്ന് പറയാറുണ്ട്. അത് ഒരു 3 ഡയമെൻഷനിലാണെങ്കിൽ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ ഇസഡ് സ്ക്വയർ ഈക്വൽ ടു 0 എന്നുണ്ടാവും. ഇങ്ങനെ ഇത്തരം വേവ് ഇക്വേഷൻ്റെയും ഹീറ്റ് ഇക്വേഷൻ്റെയും ലാപ്ലേസ് ഇക്വേഷൻ്റെയും ഒക്കെ സൊല്യൂഷൻസ് നമുക്ക് ഒരുപാട് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനുകളെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കാറുണ്ട്. ഇതിലാദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വൺ ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷനാണ്. വൺ ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് സി ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി എന്നുള്ളതാണ്. ഇവിടെ ഇതിൻ്റെ സൊല്യൂഷൻ എന്നാണ് നമുക്ക് പല പ്രോബ്ലംസും സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമുള്ളത്. ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് യു ഓഫ് എക്സ് ടി എന്നാണ്. ദാറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് ദ പോയിൻറ്റ് എക്സ് ആൻഡ് അറ്റ് ദ ടൈം ടി എന്ന്. എങ്ങനെയാണ് ഈ ഹീറ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. ഇവിടെ ഹീറ്റ് ഫ്ലോയും ഹീറ്റ് ഇക്വേഷൻ്റെ ഡെറിവേഷനിലേക്കും കിടക്കുന്നതിന് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാം. ആദ്യം നമുക്ക് ഒരു സ്ട്രെയിറ്റ് ബാർ കൺസിഡർ ചെയ്യാം. ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ബാർ ലൈക്ക് ദിസ്. ഈ ഹീറ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതിന് വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ എടുക്കുകയാണ്. ഫസ്റ്റ്, ഒരു ഹീറ്റ് ഫ്ലോ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് റോഡ്, ഒരു ബാറ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇതിൻ്റെ ഈ സ്ട്രെയിറ്റ് ബാറിലൂടെയുള്ള ഹീറ്റ് ഫ്ലോ ഈ ഡയറക്ഷനിലാണ് നമ്മൾ വിചാരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഹീറ്റ് ഫ്ലോസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്. എക്സ് ആക്സിസ് ഡയറക്ഷനിലാണ് ഹീറ്റ് ഫ്ലോ എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതുപോലെ മറ്റ് ചില കാര്യങ്ങൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത്, നമ്മളെടുത്തിരിക്കുന്ന ഈ സ്ട്രെയിറ്റ് റോഡിൻ്റെ ലാറ്ററൽ സർഫസ് ഒക്കെ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള രൂപത്തിലാണ്. അതിൽ നിന്നും ഹീറ്റൊന്നും പുറത്ത് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളൊരു റോഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പിന്നീട് മറ്റൊരു കാര്യം, ദ റോഡ് ഈസ് ഹോമോജീനിയസ്, ദാറ്റ് ഈസ് ഇറ്റ്സ് മാസ് പെർ യൂണിറ്റ് വോളിയം ഈസ് കോൺസ്റ്റൻറ്റ്. അതായത് നമ്മൾ വിചാരിക്കുന്നത് ഈ റോഡിൻ്റെ ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അതുപോലെ ദ സ്പെസിഫിക് ഹീറ്റ് ആൻഡ് ദ തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ റോഡ് ആർ കോൺസ്റ്റൻറ്റ്. അതായത് ഈ കാണുന്ന മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ ഈ റോഡിൻ്റെ സ്പെസിഫിക് ഹീറ്റും തെർമൽ കണ്ടക്ടിവിറ്റിയും കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ വിചാരിക്കുന്നു. സ്പെസിഫിക് ഹീറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് സബ്സ്റ്റൻസ് ബൈ 1 degree Celsius. അത് നമുക്കറിയുന്നതാണ്. 1 gram സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ 1 degree Celsius ഉയർത്തുന്നതിനാവശ്യമായിട്ടുള്ള ഹീറ്റിൻ്റെ ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുക. സപ്പോസ് ദ ലെങ്ത് ഓഫ് ദിസ് റോഡ് ഈസ് എൽ. അതായത് നമ്മൾ എക്സ് ആക്സിസുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് 0യും എൻ പോയിൻറ്റ് എൽ എന്ന് പറയുന്ന പോയിൻറ്റിലാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത് വിചാരിക്കാം. അതുപോലെ നമ്മൾ ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ കൺസിഡർ ചെയ്യണം. ഇതുപോലെ ഈ റോഡിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ഇതുപോലെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ സപ്പോസ് നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു പോയിന്റിലും എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഒരു ഇൻ്റർവെല്ലിനെ അനുസരിച്ച് കൊണ്ടുള്ള ഒരു ക്രോസ് സെക്ഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ ക്രോസ് സെക്ഷൻ്റെ മാസ് നമുക്ക് ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്ന രൂപത്തിൽ കാണാൻ പറ്റും. സപ്പോസ് ദ ഏരിയ ഓഫ് ദിസ് ക്രോസ് സെക്ഷൻ ഈസ് എ, ദെൻ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് റോ ഇൻറ്റു എ ഇൻറ്റു ദ വിഡ്ത്ത് ഡെൽറ്റ എക്സ്. ഇങ്ങനെ പറയാം. ദാറ്റ് ഈസ് മാസ് ഓഫ് ദിസ് സെക്ഷൻ ഈസ് റോ എ ഡെൽറ്റ എക്സ് എന്ന് നമുക്ക് പറയാം. അതുപോലെ ഇതിൻ്റെ ഡെറിവേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യം കൂടെ നമുക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്കറിയാവുന്ന ഒരു കാര്യം, ദ ഹീറ്റ് ഫ്ലോസ് ഇൻ എ സബ്ജക്റ്റ് ഈസ് ഫ്രം ഹയസ്റ്റ് ടെമ്പറേച്ചർ ടു ലോവർ ടെമ്പറേച്ചർ. എപ്പോഴും ഹീറ്റ് ഫ്ലോ ഉണ്ടാകുന്നത് ഹൈ ടെമ്പറേച്ചറിൽ നിന്നും ലോ ടെമ്പറേച്ചറിലേക്കാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് ഹീറ്റ് ഇൻ എ ബോഡി ഈസ് പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മാസ് ആൻഡ് ടെമ്പറേച്ചർ. ഇത് നമുക്കറിയുന്ന കാര്യമാണ്. നമ്മൾ ക്യൂ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കിങ്ങനെ പറയാം,
that is amount of heat is proportional to the mass and the temperature. ടെമ്പറേച്ചറിനെ യു എന്നാണ്, യു ഓഫ് എക്സ് ടി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ ക്യൂ ഈസ് പ്രൊപ്പോർഷണൽ ടു എം യു എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ക്യൂ ഈക്വൽ ടു സം പ്രൊപ്പോർഷണൽ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എം യു എന്ന് എഴുതാം. ഈ കോൺസ്റ്റൻറ്റിനെ നമ്മൾ അറിയപ്പെടുന്നത് സ്പെസിഫിക് ഹീറ്റ് എന്നാണ്. ഗാമ ഈസ് കോൾഡ് ദ സ്പെസിഫിക് ഹീറ്റ് കോൺസ്റ്റൻറ്റ്. സ്പെസിഫിക് ഹീറ്റ് ഞാൻ പറഞ്ഞു, സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് സബ്സ്റ്റൻസ് ബൈ 1 degree Celsius. ഇനി ഈ കാണുന്ന ഇക്വേഷൻ സപ്പോസ് ഇതിന് 1 എന്ന് നമുക്ക് മാറ്റി നിർത്താം, നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്, ഇത് 1 എന്ന് നിൽക്കട്ടെ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ദ റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോസ് ത്രൂ എ ക്രോസ് സെക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന്. അതായത് നമുക്ക് ആ റേറ്റ് ഓഫ് ഹീറ്റ് ഫ്ലോസിനെ ക്യൂ ടി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ റൈറ്റ് ക്യൂ ടി ഈസ് പ്രൊപ്പോർഷണൽ ടു ഏരിയ ആൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ്, ദാറ്റ് ഈസ് എ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് എന്ന് എഴുതാം. ഇനി ഇതിനെ നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കുന്ന സമയത്ത് ക്യൂ ടി ഈക്വൽ ടു സം കെ ഇൻറ്റു എ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് എന്ന് എഴുതാം. ഇവിടെ കെ എന്നുള്ളതുകൊണ്ട് കെ എന്ന് പറയുന്നതിന് പകരം ഞാൻ മൈനസ് കെ എന്നാണ് ഈ കോൺസ്റ്റൻ്റ് എഴുതുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിലേക്കുള്ള ഹീറ്റ് ഫ്ലോ ആയിട്ട് സമയത്ത് യു എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്മൾ ക്യൂ ടി പോസിറ്റീവായിട്ട് കിട്ടണം. അതുപോലെ ലെഫ്റ്റിലേക്കാണ് ഹീറ്റ് ഫ്ലോ എങ്കിൽ നമുക്കവിടെ യു എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുന്ന സമയത്ത് ക്യൂ ടി നെഗറ്റീവ് ആവുകയും വേണം. അപ്പോൾ ആ ഭാഗം ഒന്ന് ക്ലിയറായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കെ എന്ന കോൺസ്റ്റൻറ്റിന് പകരം മൈനസ് കെ എന്ന് നമ്മൾ എടുക്കുന്നത്. അതായത് ക്യൂ ടി ഈക്വൽ ടു മൈനസ് കെ എ ഡോ യു ബൈ ഡോ എക്സ് എന്ന് നമ്മൾ ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ കണ്ട ഒരു റോഡിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ, ഒരു ചെറിയൊരു പീസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. അതിൻ്റെ മാസ് നമ്മൾ നേരത്തെ പറഞ്ഞു, മാസ് എം ഈക്വൽ ടു റോ എ ഡെൽറ്റ എക്സ് എന്ന്. ഈ കാണുന്ന വിഡ്ത്ത് ഡെൽറ്റ എക്സ് എന്നായതുകൊണ്ട് ഇതിൻ്റെ മാസ് എം റോ എ ഡെൽറ്റ എക്സ് എന്നാണ് നമുക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ മാറ്റി ചെയ്താലോ, ക്യൂ ഈക്വൽ ടു ഗാമ റോ എ ഡെൽറ്റ എക്സ് യു എന്നെടുക്കാം. അതോടൊപ്പം തന്നെ ഈ റോഡിലൂടെ ഹീറ്റ് ഇങ്ങനെ പോസിറ്റീവ് ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻ 2ൽ നിന്നും ഒരു കാര്യം നമുക്ക് പറയാം. ഇക്വേഷൻ 2 നമ്മൾ എടുത്തിരുന്നത് എന്തായിരുന്നു, ക്യൂ ടി ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു എ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് എന്ന് എടുത്തിരുന്നു. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, എമൗണ്ട് ഓഫ് ഹീറ്റ് ഫ്ലോസ് ഇൻ ടു ദിസ് സെക്ഷൻ, നമുക്കതിനെ Q1 എന്നാണ് എടുക്കുന്നതെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് Q1 ഈക്വൽ ടു എമൗണ്ട് ഓഫ് ഹീറ്റ് flowing into the section can be written as minus k into a into dou u by dou x at x എന്ന് നമുക്ക് പറയാം. ശരിയല്ലേ? ഈ കാണുന്ന പോയിന്റിലൂടെ ഇങ്ങോട്ട് കിടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ഫ്ലോയുടെ കാര്യമാണ് നമ്മൾ ഈ സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും ഇത് എഴുതിയത്. ഇനി അതുപോലെ തന്നെ ഈ സെക്ഷനിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഹീറ്റിൻ്റെ കാര്യം നമ്മൾ Q2 എന്നാണ് അവിടെ ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ we can write Q2, that is amount of heat flows out from the section is also written as minus Ka into dou u by dou x at ഇവിടെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ പറഞ്ഞത് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ എഴുതാം. അങ്ങനെയാണെങ്കിൽ ദ ഹീറ്റ് ബിൽഡ്സ് അപ്പ് ഇൻ ദിസ് സെക്ഷൻ വിത്ത് തിക്നെസ് ഡെൽറ്റ എക്സ്. നമുക്ക് ഇതിനെ ഡെൽറ്റ എക്സ് തിക്നെസ് ഉള്ളൊരു സെക്ഷൻ അല്ലേ ഉള്ളത്, നമുക്ക് അതുകൊണ്ട് ഇങ്ങനെ പറയാം, ദെൻ ഹീറ്റ് ബിൽഡ്സ് അപ്പ് ഇൻ ദ സെക്ഷൻ ഓഫ് തിക്നെസ് ഡെൽറ്റ എക്സ് ഈസ് എന്തായിരിക്കും, Q1 മൈനസ് Q2 ആണ് നമുക്ക് എഴുതാൻ അറിയാമല്ലോ. ഇറ്റ് ഈസ് Q1 മൈനസ് Q2 ഈക്വൽ ടു Q1 എന്ന് പറയുന്നത് എന്തായിരുന്നു, മൈനസ് കെ എ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ്
അറ്റ് എക്സ് മൈനസ് പിന്നെ Q2 ആണ്. Q2 എന്ന് പറയുന്നത് മൈനസ് കെ എ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. അത് നമുക്കിങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് കെ എ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് കെ എ ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് എന്ന് പറയാം. ഈ കാണുന്ന കാര്യവും അതുപോലെ ഇത് നമുക്ക് നേരത്തെ നമ്മൾ എടുത്ത ആ പീസിൻ്റെ ഇതാ ഇവിടെ ഉണ്ടായിരുന്ന ഹീറ്റിൻ്റെ എമൗണ്ട് അല്ല നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിന് ഇക്വേഷൻ 3 എന്നും ഇതിനെ ഇക്വേഷൻ 4 എന്നും ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ അതോടൊപ്പം തന്നെ ഈ സെക്ഷനിലൂടെയുള്ള ഹീറ്റ് ഫ്ലോ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഈ സെക്ഷനിലെ ഹീറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച ഇക്വേഷൻ 3യിൽ നിന്നും ഒരു കാര്യം പറയാം. നമ്മുടെ ഇക്വേഷൻ 3 എന്തായിരുന്നു? Q ഈക്വൽ ടു ഗാമ റോ എ ഡെൽറ്റ എക്സ് യു എന്ന് പറഞ്ഞിരുന്നു. അതിൽ നിന്നും we can say that from equation 3 that rate of increase of heat in the section is QT equal to ഗാമ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്താൽ കിട്ടുന്നത് ഗാമയും റോയും എയും കോൺസ്റ്റൻ്റ് ആണ്. സോ ഗാമ റോ എ ഡെൽറ്റ എക്സും കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഉണ്ടാകുന്നത് ഡോ യു ബൈ ഡോ ടി എന്ന് കിട്ടും. അത് നമുക്ക് ഈ ഫിഫ്ത്ത് ഇക്വേഷൻ എന്ന് എഴുതാം, ഇക്വേഷൻ 5 എന്ന് എഴുതാം. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്ക്. നമ്മൾ ഈ കാണുന്ന നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഫിഫ്ത്ത് ഇക്വേഷനും നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർത്ത് ഇക്വേഷനില്ലേ, ദാറ്റ് ഈസ് Q1 മൈനസ് Q2 ഈക്വൽ ടു കെ എ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് പിന്നെ മൈനസ് കെ എ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് എന്ന്. ഇത് രണ്ടും സെയിം റേറ്റ് ഓഫ് ഹീറ്റിനെയാണ്, ഈ സെക്ഷനിലെ ഹീറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് നമുക്കറിയാലോ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഈ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈക്വൽ ക്വാണ്ടിറ്റികളായതുകൊണ്ട് തന്നെ അതിനെ നമുക്കിങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് കെ എ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്. ഞാൻ അതിനെ യു എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. യു എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ടി മൈനസ് യു എക്സ് അറ്റ് എക്സ് ടി, ദാറ്റ് ഈസ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ടി. ഞാൻ ഡോ യു ബൈ ഡോ എക്സിന് പകരം ഇങ്ങനെ എഴുതാനുള്ള എളുപ്പത്തിന് ഇങ്ങനെ മാറ്റി എഴുതുകയാണ്. ആൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എക്സ് അറ്റ് എക്സ് ടി ഈക്വൽ ടു ഫിഫ്ത്ത് ഇക്വേഷൻ ഗാമ റോ എ ഡെൽറ്റ എക്സ് ഡോ യു ബൈ ഡോ ടി എന്ന് ഇങ്ങനെ എഴുതാം. ഫ്രം ഇക്വേഷൻ 4 and 5 we have this one. ഇനി ഇവിടെ ഈ എ എന്ന് പറയുന്നത് ഈ സെയിം ക്വാണ്ടിറ്റികളായതുകൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഈ കോൺസ്റ്റൻറ്റുകളൊന്ന് മാറ്റി ഇക്വേഷൻ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ദാറ്റ് ഈസ് കെ ബൈ ഗാമ റോ ഡെൽറ്റ എക്സ്. എ നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു ഇൻറ്റു യു എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ടി മൈനസ് യു എക്സ് അറ്റ് എക്സ് ടി ഈക്വൽ ടു ഡോ യു ബൈ ഡോട്ട് ടി. സോറി, ഇവിടെ ഡോ യു ബൈ ഡോട്ട് ടി ആണ്. ഡോ യു ബൈ ഡോട്ട് ടി നമ്മൾ ഡോ യു ബൈ ഡോട്ട് ടി ആണല്ലോ എടുത്തത്. ഡോ യു ബൈ ഡോട്ട് ടി എന്നാണ് ടിയിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി ഇതിനെ ഞാൻ ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ദാറ്റ് ഈസ് കെ ബൈ ഗാമ റോ ഇൻറ്റു യു എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ടി മൈനസ് യു എക്സ് അറ്റ് എക്സ് ടി ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഈ ക്വാണ്ടിറ്റി ഒന്ന് അറേഞ്ച് ചെയ്തതിന് വേണ്ടിയിട്ടാണ്, നമ്മൾ ഇക്വേഷനിലേക്ക് ഡെറിവേഷനിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോട്ട് ടി എന്ന് കിട്ടും. കണ്ട ഈ ക്വാണ്ടിറ്റി നോക്ക്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചു പോയ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷനാണ്. എ ഫംഗ്ഷൻ അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ടി മൈനസ് ദ സെയിം ഫംഗ്ഷൻ അറ്റ് എക്സ് ടി ഡിവൈഡ് ബൈ ഡെൽറ്റ എക്സ് എന്ന്. നമ്മൾ നേരത്തെ ഇതിൻ്റെ ഈ കാണുന്ന സെക്ഷന് തിക്നെസ് ഡെൽറ്റ എക്സ് എന്നാണ് എടുത്തിരുന്നത്. ഈ തിക്നെസ് വളരെ സ്മോൾ ആകുന്ന രീതിയിൽ, ഏറ്റവും ചെറിയ വളരെ സ്മോൾ ആകുന്ന രീതിയിൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാത്സിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്ന് പറയും. ദാറ്റ് ഈസ്
as delta x approaches to 0 or become very small, we can take it as limit delta x tends to 0, k by gamma rho ux at x plus delta xt minus ux at xt divided by delta x equal to limit delta x tends to 0 dou u by dot t എന്ന് നമുക്കറിയാം. ഇനി ഡെറിവേറ്റീവിൻ്റെ കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇതിനൊന്നും കൂടെ അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ദാറ്റ് ഈസ് കെ ബൈ ഗാമ റോ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 യു എക്സ് അറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ടി മൈനസ് യു എക്സ് അറ്റ് എക്സ് ടി ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി. ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡോ യു ബൈ ഡോ ടി എന്ന് പറയുന്നത് ഇത് ഡെൽറ്റ എക്സിനുമായിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയ ടേം ആയതുകൊണ്ട് നമുക്ക് ഡോ യു ബൈ ഡോട്ട് ടി എന്ന് തന്നെ പറയാം. ഇവിടെ ശ്രദ്ധിച്ച് നോക്ക്, ഈ കാണുന്നത് യു എക്സ് എന്ന് പറയുന്നതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ഈ കാണുന്ന ലിമിറ്റിനെ നമുക്ക് എന്ത് ചെയ്താം, സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് യു എന്ന് എഴുതിക്കൂടെ, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് യു എക്സ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് കെ ബൈ ഗാമ റോ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് യു എക്സ് or dou u by dou x into dou u by dot t എന്ന് പറയാം. That is k by gamma rho into dou square u by dou x square എന്ന് എഴുതാം. k by gamma rho dou square u by dou x square equal to dou u by dot t എന്ന് എഴുതാം. ഇതിനെ നമ്മൾ ഇക്വേഷനിൽ കണ്ടിരുന്നത് ഇവിടെയുള്ള ഇതിനെ ഒരു സി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ കണ്ടിരുന്നത്. ഈ കോൺസ്റ്റൻറ്റിനെ മൊത്തം നമ്മൾ എങ്ങനെ എഴുതുന്നു, സി ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി എന്ന് എഴുതുന്നു. വേറെ സി ഈക്വൽ ടു കെ ബൈ ഗാമ റോ എന്ന് എഴുതിയാൽ മതിയാവും. ഈ കോൺസ്റ്റൻറ്റിന് നമ്മൾ പറയുന്നത് വേർ സി ഈസ് നോൺ ആസ് തെർമൽ ഡിഫ്യൂസിവിറ്റി എന്ന് പറയും. തെർമൽ ഡിഫ്യൂസിവിറ്റി എന്ന് പറയും. ഇതാണ് നമ്മുടെ ഹീറ്റ് ഇക്വേഷൻ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത്. ഈ ഡെറിവേഷൻ നല്ലോണം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് കുറച്ച് പ്രധാനപ്പെട്ടതാണ്. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആ രീതിയിലൊന്ന് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷനും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ നേരത്തെ എടുത്തിരുന്ന ആ ഒരു തിൻ റോഡ് ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഇതുപോലെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ സെക്ഷനൊക്കെ മാറ്റി വെച്ചിരുന്ന റോഡ് ഓർമ്മയില്ലേ. ഇവിടെ ഒരു ചെറിയ ബൗണ്ടറി, 1-2 ബൗണ്ടറി കണ്ടീഷൻസും കൂടെ നമുക്ക് ഈ സൊല്യൂഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ബൗണ്ടറി കണ്ടീഷനും കൂടെ നമുക്ക് പറയേണ്ടതുണ്ട്. സപ്പോസ് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഈ കാണുന്ന ഈ റോഡിൻ്റെ എൻഡ് പോയിൻറ്റുകൾ, സപ്പോസ് എക്സ് ഈക്വൽ ടു 0 എന്നും എക്സ് ഈക്വൽ ടു എൽ എന്നുമാണ് നമ്മളവിടെ എടുത്തിരുന്നത്. ആ എൻഡ് പോയിൻറ്റുകളിൽ റോഡിൻ്റെ ടെമ്പറേച്ചർ 0 ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ദാറ്റ് ഈസ് സപ്പോസ് ടെമ്പറേച്ചർ അറ്റ് ദ എൻഡ് പോയിൻറ്റ്സ് ഓഫ് ദ റോഡ് ഈസ് 0. നമ്മളതിനെങ്ങനെ ഡിനോട്ട് ചെയ്യും, ടെമ്പറേച്ചർ അറ്റ് 0 T equal to 0 and temperature at last end L T equal to 0 എന്ന്. അതുപോലെ മറ്റൊരു ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ അസ്യൂം ചെയ്യുന്നത്, നമ്മൾ എടുക്കുന്നത് ഇനീഷ്യൽ ടെമ്പറേച്ചർ ഓഫ് ദിസ് റോഡ്. ഇനീഷ്യൽ ടെമ്പറേച്ചറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് യു ഓഫ് എക്സ് 0 എന്നാണ്. ആ ഇനീഷ്യൽ ടെമ്പറേച്ചർ എഫ് ഓഫ് എക്സ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ദ ഇനീഷ്യൽ ടെമ്പറേച്ചർ ഈസ് എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ ഓഫ് ഹീറ്റ് ഇക്വേഷൻ ഈസ് യു ഓഫ് എക്സ് ടി ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 1 to infinity a n e raised to minus c n square pi square divided by l square t ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ എന്നാണ്. ഇവിടെ നമ്മൾ എൻ പോയിൻറ്റുകളെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ എൽ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇനി ഇവിടെ തന്നിരിക്കുന്ന എ എൻ എന്ന് പറയുന്ന ഈ കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ എൻ ഈക്വൽ ടു 2 by L ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് എന്നാണ്. ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ
ഹീറ്റ് ഇക്വേഷൻ്റെ നമ്മൾ ഡിറൈവ് ചെയ്തിരുന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ്, ബൗണ്ടറി കണ്ടീഷൻസ്, അസംഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് ഈ ഹീറ്റ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇതിൻ്റെ ഈ സൊല്യൂഷൻ ഡിറൈവ് ചെയ്യുന്ന അവസാന ഭാഗം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുകൊണ്ടും അതിൽ പറയുന്ന മെത്തേഡുകളും എന്തെല്ലാം കാര്യങ്ങളാണെന്നുള്ളത് ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുകൊണ്ടും അത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് കൊണ്ടും ഇനി ഞാൻ വീണ്ടും അതിലേക്ക് പോയി സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ആവശ്യമുള്ളവരൊന്ന് വായിച്ച് നോക്കണം. എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ ചോദിച്ചാൽ മതി, വിശദമായി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഇനി ഈ സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയേണ്ടത്. നമുക്കൊരു എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് പറയാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇതാണ്: ഫൈൻഡ് ദ ടെമ്പറേച്ചർ U of xt അറ്റ് എനി പോയിന്റ് ഇൻ എ മെറ്റൽ റോഡ് 50 cm long insulated on the sides which initially has a uniform temperature of 20 degrees Celsius throughout and whose ends are maintained at 0 degrees Celsius for all t greater than 0. ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കലാണ്. നമ്മൾ ആ ഹീറ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അസംഷൻസും അതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസൊക്കെ ഉൾപ്പെടുന്ന രീതിയിൽ ആണ് ഈ ക്വസ്റ്റ്യൻ നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സൊല്യൂഷൻ U of xt എന്ന് പറയുന്ന ആവശ്യമുള്ള കാര്യം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഹീറ്റ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ ഉപയോഗിച്ചാൽ മതി എന്നുള്ളതാണ്. അതിനുവേണ്ടി ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി നോക്കാം. ഇവിടെ നമുക്കൊരു റോഡ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഇനീഷ്യൽ പോയിൻ്റ് x = 0 എന്നും എൻഡ് പോയിൻ്റ് L = 50 ആണെന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഇനീഷ്യൽ ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ദ ടെമ്പറേച്ചർ U of xt of this rod satisfy solution of a heat equation C into dou square U by dou x square equal to dou U by dou t for 0 less than x less than 50 and t greater than 0. Also it is given that the ends of the rod maintained at 0 degrees Celsius എന്ന് തന്നിട്ടുണ്ട്. That is temperature at 10 points 0t = 0 and U of LT = 0 എന്ന്. അതോടൊപ്പം തന്നെ നമുക്ക് തന്നിരിക്കുന്നത് ദ ഇനീഷ്യൽ ടെമ്പറേച്ചർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് U of x 0 എന്നുള്ളതാണ്. x 0 എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 20 ഡിഗ്രി സെൽഷ്യസ് ആണ്. ദാറ്റ് ഈസ് f of x equal to 20 എന്നെടുക്കാം. for 0 less than or equal to x less than or equal to 50. കണ്ടില്ലേ? ഇനി ഈ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് പറയാം? U of xt എന്ന വാല്യൂ ടെമ്പറേച്ചർ എന്താണെന്ന് കണ്ടുപിടിക്കാം. Then the solution of the heat conduction problem we can write it as U of xt equal to sigma n equal to 1 to infinity an e raised to minus c n square pi square divided by L square t sin n pi x by L എന്ന് എഴുതാം. ഇനി അതിൽ എൻ്റെ കാര്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിൽ ഇവിടെ L എന്ന് പറയുന്നത് 50 ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഇതിനെങ്ങനെ മാറ്റി എഴുതാം? ദാറ്റ് ഈസ് സിഗ്മ n equal to 1 to infinity an e raised to minus c n square pi square divided by L square equal to 50 ആണ് L തന്നിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് 2500 into t sin n pi x by L equal to 50 ആയതുകൊണ്ട് ഇങ്ങനെ എഴുതാം. ഇതാണ് നമുക്ക് അവിടെ തന്നിരിക്കുന്ന കണ്ടീഷനുകളിൽ നിന്നും എഴുതാൻ പറ്റുന്നത്. ഇനി ഇതിൽ നിന്ന് നമുക്ക് an കൂടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഹിയർ an equal to 2 by L integral 0 to L f of x sin n pi x by L dx എന്നല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് 2 by 50 into integral 0 to 50
എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഇനീഷ്യൽ ടെമ്പറേച്ചർ തന്നിരുന്നത് 20 ആണ്. 20 ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ഡിവൈഡ് ബൈ 50 ഡി എക്സ് എന്ന് കിട്ടും. ഇനി ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എങ്ങനെയാണ്? 2 ഇൻറ്റു 20 40. 40 ബൈ 50 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 50 സൈൻ എൻ പൈ എക്സ് ബൈ എൽ സൈൻ എൻ പൈ എക്സ് ബൈ 50 ഡി എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/5 ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ 50 ഡി എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് നമുക്കറിയാം. ദാറ്റ് ഈസ് മൈനസ് കോസ് എൻ പൈ എക്സ് ബൈ 50 ഇൻറ്റു എൻ പൈ എക്സ് ബൈ 50യുടെ ഇത് ഡിവൈഡഡ് ബൈ എൻ പൈ ബൈ 50 ഫ്രം 0 to 50 എന്ന് കിട്ടും. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 4/5 ഇൻറ്റു ഇവിടെ 50 ബൈ എൻ പൈ എന്നായി മാറും. 50 ബൈ എൻ പൈ ഇൻറ്റു ഇനി വാല്യൂ അപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക്. ദാറ്റ് ഈസ് ആദ്യം നമുക്ക് 50യുടെ വാല്യൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് കോസ് എൻ പൈ 50 മൈനസ് ഉണ്ട് അല്ലേ, മൈനസ് കോസ് എൻ പൈ 50 ബൈ 50 മൈനസ് ഇവിടെ കോസ് പ്ലസ് കോസ് 0 എന്നായി മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈ 5ഉം 50യും കൂടെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ബാക്കി 40 എന്ന് കിട്ടും. 40 ബൈ എൻ പൈ 40 ബൈ എൻ പൈ ഇൻറ്റു കോസ് 0 1 ആണ്, 1 മൈനസ് കോസ് എൻ പൈ എന്ന് കിട്ടും. 1 മൈനസ് കോസ് എൻ പൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ബൈ എൻ പൈ ഇൻറ്റു 1 മൈനസ് കോസ് എൻ പൈനെ നമുക്ക് -1 ഓൾ റേസ്ഡ് ടു എൻ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്നിൻ്റെ വാല്യൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് കിട്ടുക. അതിൽ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ -1 ടു ദ ഓഡ് പവർ എന്ന് കിട്ടും. അപ്പോൾ അത് -1 തന്നെ ആയിരിക്കും. അപ്പോൾ 1 മൈനസ് -1 പ്ലസ് 1 എന്നായി മാറും. 1 പ്ലസ് 1 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 40 ഇൻറ്റു 2 ദാറ്റ് ഈസ് 80 ബൈ എൻ പൈ എന്ന് കിട്ടും. ദാറ്റ് ഈസ് 80 ബൈ എൻ പൈ എന്ന് പറയുന്ന വാല്യൂ എപ്പോഴാണ്? വെൻ എൻ ഈസ് ഓഡ് ആൻഡ് ദ വാല്യൂ ഓഫ് ദിസ് ഇൻ്റഗ്രൽ ഈക്വൽ ടു 1 മൈനസ് ഇവിടെ ഈവൻ നമ്പർ ആവുകയാണെങ്കിൽ n ഈക്വൽ ടു ഈവൻ ആണെങ്കിൽ -1 ഓൾ റേസ് ടു ദ ഈവൻ പവർ ഈക്വൽ ടു 1 എന്നാവുക. 1 മൈനസ് 1 0 ആവും. അപ്പോൾ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 0 ആവും. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ ഈക്വൽ ടു 0 വെൻ n ഈസ് ഈവൻ എന്ന് നമുക്ക് കിട്ടും. ഇതാണ് നമുക്ക് an കിട്ടുന്നത്. ഈ an ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സൊല്യൂഷൻ therefore the required solution u of xt equal to sigma n equal to 1 to infinity an നമുക്ക് കിട്ടിയത് 40 ഡിവൈഡ് ബൈ എൻ പൈ ഇൻറ്റു 1 മൈനസ് -1 ഓൾ റേസ്ഡ് ടു എൻ ഇതാണ് an കിട്ടിയത് ഇൻറ്റു ഇ റേസ്ഡ് ടു -c n സ്ക്വയർ പൈ സ്ക്വയർ ബൈ എൽ സ്ക്വയർ ടി ഇൻറ്റു സൈൻ എൻ പൈ എക്സ് ബൈ എൽ എന്ന് എഴുതാൻ പറ്റും. എൽ ഈക്വൽ ടു നമുക്ക് 50 ആയിരുന്നല്ലോ അല്ലേ. സോ 50 ഇവിടെ 2500 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈ സൊല്യൂഷൻ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ രണ്ട് കേസുകൾ ഉപയോഗിച്ചുകൊണ്ടൊന്ന് മാറ്റി എഴുതാം. അല്ലെങ്കിൽ ഇത്രയും മതിയാവും. നേരത്തെ പറഞ്ഞ ഈവൻ പവറുകൾ വരുന്ന സമയത്ത് 0 ആവുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ സൊല്യൂഷൻ നമുക്ക് അവസാനം ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് യു ഓഫ് എക്സ് ടി ഈക്വൽ ടു ഇവിടെ n 40 ബൈ പൈ എന്ന് പറയുന്നത് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. അപ്പോൾ ഉണ്ടാകുന്നത് വാല്യൂ നമ്മൾ നേരത്തെ കിട്ടിയ വാല്യൂ അനുസരിച്ചുകൊണ്ട് 80 ബൈ എൻ പൈ എന്നാണ് ഓഡ് നമ്പർ ആകുന്ന കേസുകൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 80 ബൈ പൈ ഇൻറ്റു സിഗ്മ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി. പിന്നെ നമുക്ക് ഒരു എന്നുകളെല്ലാം ഓഡ് പവേഴ്സ് മാത്രമേ ഓഡ് ഇൻറ്റിജേഴ്സ് മാത്രമേ നമ്മളവിടെ എടുക്കുന്നുള്ളൂ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതുന്നു? 1 ബൈ
2n മൈനസ് 1 എന്നെടുക്കുന്നു. അപ്പോൾ ഇനി n = 1 മുതൽ കൊടുക്കുന്ന എല്ലായിടത്തും ഇവിടെ ഓഡ് നമ്പേഴ്സ്, ഓഡ് ഇൻറ്റിജേഴ്സ് മാത്രമേ നമുക്ക് വാല്യൂ കിട്ടുകയുള്ളൂ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു e⁻⁻c n സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യുന്നു, c ഇൻറ്റു 2n മൈനസ് 1 ഓൾ സ്ക്വയർ ഇൻറ്റു പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2500 t. പിന്നെ സൈൻ n പൈ എക്സ് ബൈ എൽ എന്നുള്ളിടത്ത് സൈൻ n നമ്മൾ എന്ത് ചെയ്യുന്നു, 2n മൈനസ് 1 പൈ എക്സ് ബൈ 50 എന്ന് എഴുതുന്നു. ഇതാണ് അവസാനം സൊല്യൂഷനായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഇതെല്ലാ കണ്ടീഷനും എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഫൈനൽ സൊല്യൂഷൻ എഴുതിയതാണ്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നമുക്ക് ചെയ്തു നോക്കാം. ഇനി പിന്നെ അതിൻ്റെ അവസാന ഭാഗങ്ങളിലുള്ള ഈ കാര്യങ്ങളെല്ലാം ഫോറിയർ സീരീസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ സൊല്യൂഷനിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി ഒന്ന് മനസ്സിലാക്കി വെക്കുക, വൃത്തിയായിട്ട് വായിച്ചു നോക്കുക. അതിലെ സൊല്യൂഷനിലേക്ക് വരുന്ന ഡെറിവേഷൻ ഞാൻ പറഞ്ഞിട്ടില്ല, അത് നമ്മൾ നേരത്തെ ചെയ്തു പോയ അതേ സ്റ്റെപ്സും അതേ പ്രൊസീജിയേഴ്സും ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കണം. ഓക്കെ, താങ്ക് യു.